ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ജനാധിപത്യ കേരളത്തിന്, കാർഷിക കേരളത്തിന് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുമ്പോൾ അതിൽ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെടുകയും മാർഗനിർദ്ദേശം നൽകുകയും ഏറ്റവും അവസാനം നെല്ല് സംഭരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിങ്ങം 1 മുമ്പ് എല്ലാ വർഷവും വലിയ രീതിയിലുള്ള ബാലൻസ് വെച്ച് കർഷകർ മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് കടന്നുപോകുന്ന സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം നെൽ കർഷകർക്ക് വേണ്ടി 150 കോടി രൂപ അധികമായി നൽകാൻ നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്ത ഏറെ ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആദരണീയനായ വി ഡി സതീശൻ അവർകൾ, പ്രിയപ്പെട്ട മത്സ്യബന്ധന സാമൂഹ്യ നീതി വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഈ നിയോജകമണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി കൂടിയായ പ്രിയ സഹപ്രവർത്തകൻ ശ്രീ വി അബ്ദുൽ ഗഫൂർ, ഏറെ ബഹുമാന്യരായ എം പിമാർ, പ്രിയപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഇതിൻ്റെ എല്ലാ അവലോകന യോഗങ്ങളിലും നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഊർജ്ജസ്വലമായി നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ ശ്രീ റോജി എം ജോൺ, പ്രിയപ്പെട്ട എറണാകുളത്തിൻ്റെ പാർലമെന്റ് അംഗം ശ്രീ ഹൈബി ഈഡൻ എം പി, ഏറെ പ്രിയപ്പെട്ട ചാലക്കുടിയുടെ ജനകീയനായ എം പി ശ്രീ ബെന്നി ബെഹനാൻ അവർകൾ, പ്രിയപ്പെട്ട ശ്രീ രാജ്യസഭാ എം പിമാർ ജെബി മേത്തർ, പ്രിയപ്പെട്ട ശ്രീ ഹാരിസ് ബീരാൻ, ബഹുമാന്യനായ കോട്ടയത്തിൻ്റെ ജനപ്രതിനിധി പ്രിയ സ്നേഹിതൻ ശ്രീ ഫ്രാൻസിസ് ജോർജ്, പ്രിയപ്പെട്ട എം എൽ എമാർ, ഈ ജില്ലയിലെ എല്ലാ എം എൽ എമാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സാന്നിധ്യവും ഈ പരിപാടി ധന്യമാക്കുന്നതിന് വേണ്ടി, വിജയകരമാക്കുന്നതിന് വേണ്ടി എല്ലാ പിൻബലവും പിന്തുണയും ലഭിക്കുകയുണ്ടായി. കൃതാർത്ഥതയോടുകൂടി അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ, ഈ പരിപാടി വിജയിപ്പിക്കാൻ അക്ഷീണമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ജമാൽ മണക്കാടൻ ഉൾപ്പെടെ, കൊച്ചിൻ മേയർ ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട അവാർഡ് ജേതാക്കളായ ഏറെ ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ട കർഷകർ, ത്രിതല പഞ്ചായത്ത് അവാർഡ് ജേതാക്കൾ, ഈ പരിപാടിയെ ഊർജ്ജസ്വലമാക്കുന്നതിനും ധന്യമാക്കുന്നതിനും കടന്നു വന്നിട്ടുള്ള കർഷക സഹപ്രവർത്തകരും സുഹൃത്തുക്കളും, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. 2026 വനിതാ കർഷക വർഷമാണ്. വനിതാ കർഷക വർഷത്തിലാണ് ഈ വർഷത്തെ ചിങ്ങം 1 പുതിയ മലയാള വർഷ പുലരി കടന്നു വരുന്നത്. ഈ വർഷം രാജ്യത്തും സംസ്ഥാനത്തും ആദ്യമായി വനിതാ കർഷകർക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക പദ്ധതി 5 വർഷത്തേത് നമ്മൾ ആവിഷ്കരിച്ചു. ഐക്യരാഷ്ട്ര സംഘടന 1 വർഷത്തെ വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ 5 വർഷം നീളുന്നതായ പദ്ധതിക്കാണ്, കൃഷി സഖി എന്ന പദ്ധതിക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്ത് പ്രഖ്യാപനം നടത്തി അതിൻ്റെ നിർവഹണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ നേരിടുന്ന ഗൗരവതരമായ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെ, ക്ലൈമറ്റിക് വേരിയേഷൻ്റെ, എൽ നിനോയുടെ, ആഗോള താപനത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ. കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള കാർഷിക വൃത്തിയിൽ നിന്നും മാറി കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഘട്ടം ഘട്ടമായി ചുവടുവെപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഡിപ്പാർട്ട്മെന്റ് നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട്
സർവകലാശാലയും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ളതായ മീറ്റിങ്ങുകൾ എല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിർവഹണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം വരുമ്പോൾ, അതുപോലെ ഡ്രൗട്ട് വരുമ്പോൾ, ഈ രണ്ട് സന്ദർഭത്തിലും പകച്ചു നിൽക്കുന്ന കർഷകനെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പദ്ധതികളും സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയാണ്. ഈ വർഷത്തെ വെള്ളപ്പൊക്കവും അതിനെ തുറന്നുണ്ടായ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിക്കുകയും അതിനെ തുറന്ന് ബാങ്കിംഗ് ഉദ്യോഗസ്ഥന്മാരുടെയും നബാർഡിന്റെയും RBIയുടെ ഉൾപ്പെടെ പ്രതിനിധി ഉൾപ്പെടെ മീറ്റിംഗ് വിളിക്കുകയും എല്ലാ സംവിധാനങ്ങൾക്കും ക്രമപ്പെടുത്തുകയും അതിനുള്ള നടപടികളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് ക്രോപ്പ് ലോസിന്റെയും അതുപോലെ പുനർനടിയിൽ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് ക്രമീകരിക്കുകയാണ്. ഈ വർഷം പുനർനടിയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വിത്തും അതിനാവശ്യമായ നടീൽ വസ്തുക്കളും വളമുൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പ്രത്യേകം ഏകോപിപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നെല്ലിന്റെ സംഭരണം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് 3 അംഗ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിൽ ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി ഉണ്ടായിരുന്നു, സഹകരണ മന്ത്രി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മീറ്റിംഗ് നടത്തി. ആദ്യത്തെ ഗഡു അനുവദിച്ചു. പാലക്കാട് പാക്സിനെ ചുമതലപ്പെടുത്തിയ പദ്ധതി മാറ്റി അത് മുഴുവൻ ബാങ്കിംഗ് കൺസോർഷ്യത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഞാൻ പറയുന്നു, കേരളത്തിൽ സമീപകാലത്ത് ആദ്യമായി നെൽ കർഷകർക്ക് കിട്ടാനുള്ള മുഴുവൻ പണവും ജൂൺ മാസം 30 വരെയുള്ളത് പരിപൂർണമായി കൊടുത്തു തീർക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ജൂൺ ഈ 1-ാം തീയതി ചിങ്ങം 1-ന്റെ ഈ മനോഹരമായിട്ടുള്ള വർഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വരുന്ന മാസം സെപ്റ്റംബർ മാസം 10-11 തീയതികളിൽ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തരമായിട്ടുള്ള ഒരു നവീകരണത്തിനും ഞങ്ങളുടെ ഡ്രോബാക്കുകളും ഞങ്ങളുടെ സ്ട്രെങ്ത്തും ഞങ്ങളുടെ വീക്ക്നെസ്സും അത് മുഴുവൻ അനലൈസ് ചെയ്ത് പദ്ധതികളും പരിപാടികളും മുഴുവൻ കോർത്തിണക്കി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ദിശപാകാനുള്ള പ്രത്യേകമായിട്ടുള്ള ഇന്റേണൽ സമ്മിറ്റിന് അടുത്ത മാസം 10-11 തീയതികളിൽ കേരളത്തിലെ കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. എല്ലാ പദ്ധതികളും എല്ലാ പരിപാടികളും അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ വീക്ക്നെസ്, അതിന്റെ ഗ്യാപ്പ്, PSUs ഉൾപ്പെടെ എല്ലാം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്കും പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ കടക്കുകയാണ്. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നു, വനിതകളുടെ കൃഷി സഖി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ ഏറ്റവും ഊർജിതമായി കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, കേരളത്തിലെ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് പിറകോട്ട് പോവുകയുണ്ടായി. ആ ചെറുപ്പത്തെ റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും നേതൃത്വം കൊടുത്ത് 4 തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥ തലത്തിലിരുന്നു, വിവിധ കൂടിയാലോചനകൾ നടത്തി. കേരളത്തിലെ സ്കൂളുകളിൽ മുഴുവൻ കതിർ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കുകയാണ്. ആ കുട്ടികൾക്കൊരു നോഡൽ ടീച്ചറും അതിന് ബാക്കപ്പ് കമ്മിറ്റിയും ഉണ്ടാകും. കതിർ സഞ്ചാരമുണ്ടാകും. കാർഷിക മേഖലകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ കതിർ മാർക്കറ്റുകൾ നമ്മൾ തീരുമാനിക്കുകയാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി അതിനെ സംയോജിപ്പിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ കാർഷിക കതിർ ക്ലബിൽ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കാനുള്ള നടപടി ഉൾപ്പെടെ കേരളത്തിൽ ആരംഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ പദ്ധതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും കടന്നു പോവുകയാണ്. ഞാനൊരൊറ്റ കണക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 1258 പച്ചക്കറികളിൽ പരിശോധന നടത്തിയപ്പോൾ 122ഓളം വരുന്ന പരിശോധനകൾ ഒറ്റയടിക്ക് നടത്താൻ ശേഷിയുള്ള വെള്ളായണി കാർഷിക ലാബ് ഉൾപ്പെടെ, മണ്ണുത്തി ലാബ് ഉൾപ്പെടെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ളതായ ലാബുകളിൽ പരിശോധിച്ച സന്ദർഭത്തിൽ അതിൽ 62 ക്രമാതീതമായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ക്രമാതീതമായിട്ടുള്ള വിഷാംശവും കണ്ടെത്തുകയുണ്ടായി. പരിഹരിക്കാനുള്ള ഏക മാർഗം കാർഷിക വൃത്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കതിർ ക്ലബ്ബുകളും അതുപോലെയുള്ള നൂതനമായ പദ്ധതികളും പരിപാടികളുമായി കേരളത്തിലെ കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ ഒക്കെ കൂടെ പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചുമിടുക്കൻ ആദിത്യൻ ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിലെ വിദ്യാർത്ഥിക്കുള്ളതായിരിക്കുന്ന കൃഷി അവാർഡ് വാങ്ങാൻ കടന്നു വന്നിരിക്കുകയാണ് ആദിത്യൻ കടന്നു വന്നത് കാർഷിക കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾ. അതിന്റെ പ്രതിനിധിയാണ് പ്രിയപ്പെട്ട ആദിത്യൻ.
അദ്ദേഹം ചേർത്തലയ്ക്കടുത്തുള്ള അരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കളായ അജയന്റെയും സജിതയുടെയും ഏക മകനാണ്. വീട്ടിൽ കൃഷി ചെയ്യാത്തതായ ഒരു സാധന സാമഗ്രിയും ആദിത്യൻ്റെതിൽ എല്ലാം ആദിത്യൻ കൃഷി ചെയ്യുകയാണ്. ആദിത്യനോട് കാർഷിക കാര്യം ചോദിച്ചാൽ അവൻ മനോഹരമായി ഒരു കൃഷി ഉദ്യോഗസ്ഥനെ പോലെ അതിനേക്കാൾ മികവോടുകൂടി പ്രിയപ്പെട്ട ആദിത്യൻ സംസാരിക്കും. ഞാൻ ആദിത്യൻ എടുത്തു പറയാനുള്ള കാരണം, ഒരു ഒറ്റമുറി ചെറിയ ഷെഡിലാണ് ആദിത്യൻ താമസിക്കുന്നത്. ആദിത്യന്റെ വീട് കൃഷി വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുനർനിർമ്മിച്ച് നൽകാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഹോർട്ടികോർപ്പിന്റെ ഇന്നൊരു പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത, ഹോർട്ടികോർപ്പിന്റെ പണം നൽകാത്തതുമായി പച്ചക്കറിയുടെ പണം സ്വീകരിച്ചു ഹോർട്ടികോർപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം നൽകാത്തതിന്റെ കാര്യം അവർ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി ഈ മാസം തന്നെ മുഴുവൻ പണവും കൊടുത്തു തീർക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതും പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. മിഷൻ സമുദ്ര ഉൾപ്പെടെയുള്ള ഭാവനാ സമ്പന്നമായ പദ്ധതികൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഊന്നി അദ്ദേഹം പറയുകയുണ്ടായി. കാർഷിക മേഖലയിലെ എല്ലാ നൂതന പദ്ധതികൾക്കും ആത്മബലം നൽകുന്നതായ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏറെ ബഹുമാന ആദരപൂർവം ഈ വർഷത്തെ നമ്മുടെ മനോഹരമായിട്ടുള്ള കർഷക ദിനം ഏറെ പ്രയാസത്തോടു കൂടിയിട്ടുള്ള മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കർഷകൻ, അവരെ മണ്ണിന്റെ ചൂരും വിയർപ്പിന്റെ ഗന്ധവും ഉള്ളതായിരിക്കുന്ന കർഷകനെ ആ മണ്ണിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലും നാളെകളിലുള്ള കാർഷിക കേരളത്തിന്റെ അടിസ്ഥാന തല വികാസ പദ്ധതികൾ ഉൾപ്പെടെ എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഈ വർഷം 38 മേഖലകളിലുള്ള അവാർഡുകൾ നമ്മൾ തീരുമാനിച്ചു. ആ അവാർഡുകൾ മുഴുവൻ ഇവിടെ വിതരണം ചെയ്യും. ഓരോ അവാർഡിന്റെ പിറകിലും കഠിനാധ്വാനമുള്ള കർഷകന്റെ കരസ്പർശമുണ്ട്. ഈ വർഷം ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലുള്ള അവാർഡാണ്. ആ അവാർഡിന് അർഹനായിരിക്കുന്നത് പ്രിയപ്പെട്ട കേരളത്തിന്റെ നെല്ലച്ചൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുവയൽ രാമേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഏറെ ആദരവോടുകൂടി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ വർഷത്തെ ചിങ്ങം 1 കർഷക ദിനം അഭിമാനപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്.